എന്തുമാത്രം വാഴയിലകളാണല്ലേ എല്ലാ ദിവസവും കരിഞ്ഞു പോകുന്നത്. നമ്മളിന്ന് വാഴയില വെച്ചിട്ട് സദ്യ കഴിക്കാൻ പോവല്ല കേട്ടോ. വാഴയില വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഒന്നെങ്കിലും നല്ല പഴുത്ത വാഴയിലയോ അല്ലെങ്കിൽ നല്ല കരിഞ്ഞ വാഴയിലയോ എടുക്കുക. അത് ഞാൻ ഈ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേ പരുവത്തിൽ കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഫ്ലവർ വെക്കാനായിട്ട് സ്റ്റെമ്മ് വേണമല്ലോ. അതിനായിട്ട് നമ്മുടെ തെങ്ങിന്റെ മടലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തെങ്ങിന്റെ മടലിൽ നിന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പച്ച പെയിന്റ് അടിച്ച് അടിപൊളിയാക്കിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ പീസാക്കി ഞാൻ കുറേ വാഴയിലകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെമ്മിലേക്ക് ഈ വാഴയില കഷ്ണങ്ങൾ, ഈ പീസുകൾ കൂട്ടിച്ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് സ്റ്റെം എടുത്ത ശേഷം ആ ഒരു കമ്പെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ഈ പീസാക്കിയ വാഴയിലകൾ ചുരുട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്നിനും ഇത് ഒന്നെന്ന രീതിയിൽ ഇത് നല്ല ടൈറ്റാക്കി വാഴയില നമുക്ക് ചുറ്റി എടുക്കാം. ഒരു പൂവിന്റെ ആകൃതിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നിർത്താം കേട്ടോ. ഒരു പൂവിന്റെ പരുവമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതാ പൂ തൊട്ട് അതിന്റെ ആ തണ്ടിന്റെ ആ ഭാഗം വരെ നല്ല പോലെ ഒന്ന് ചുറ്റി ഒട്ടിച്ചെടുക്കാം. ഇനി സെല്ലോ ടേപ്പ് ഇല്ലാന്നാണെങ്കിൽ ഒരു നൂലെടുത്ത് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സെല്ലോ ടേപ്പിന്റെ പൊക്കത്ത് ഞാൻ ഇൻസ്റ്റലേഷൻ ടേപ്പാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് പച്ച ടേപ്പ് കിട്ടിയോണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. നമ്മുടെ ഫ്ലവർ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് കുറച്ച് കളർ കൊടുക്കാം. റെഡ് കളർ ആയിരുന്നെങ്കിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയേനെ. നമ്മുടെ കയ്യിൽ റെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പിങ്ക് കളർ ഇതിൽ മൊത്തം പെയിന്റ് അടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് മൊത്തം പെയിന്റ് അടിക്കണമെന്നില്ല, ഓപ്ഷണലാണ്. അവിടെ എവിടെയായിട്ട് പെയിന്റ് അടിച്ചാലും അടിപൊളിയാണ് കേട്ടോ. ഞാൻ എനിക്ക് പറ്റുന്നിടത്തൊക്കെ എനിക്ക് തോന്നുന്നിടത്തൊക്കെ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിങ്ക് കളർ ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് സുഖമില്ലെങ്കിലും നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണേലും പെയിന്റ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പെയിന്റിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം കുറച്ചു നേരം അതിന്റെ സ്മെല്ലും പിടിച്ചിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മുടെ പെയിന്റ് അടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പെയിന്റ് അടിക്ക് ശേഷം അവിടെ എവിടെയായിട്ട് നമ്മൾ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗിൽറ്റ് അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഈ ഗിൽറ്റോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലവർ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ റോസാപ്പൂ ഉണ്ടാക്കാനായിട്ടാണ്, നമ്മുടെ റോസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ടാണ്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും ഇത് വേറെ ഏതോ ഫ്ലവർ ആയി പോയിട്ടോ. അപ്പോൾ എന്താണേലും കാണാനായിട്ട് നേരിട്ട് അടിപൊളിയാണ്. വീഡിയോയിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇഷ്ടം പോലെ കരിഞ്ഞ വാഴയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറിച്ച് ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.